നമ്മൾ പറയാറുണ്ട്, നമ്മളുടെ ജീവിതം ഒരു പരീക്ഷണമാണ്. നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. അനേകം ഉപമകളോടുകൂടിയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ സമീപിക്കുന്നത്. ഒരു കുട്ടി ജനിച്ചു വീഴുന്ന ആ നിമിഷം മുതൽ അവസാന ശ്വാസം വരെ അവൻ ഈ പ്രപഞ്ചത്തിൽ നിന്നും പല കാര്യങ്ങളും പഠിക്കുകയാണ്. അതായത് എന്നും നമ്മളൊരു വിദ്യാർത്ഥിയാണ്. നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരോ വളരെ പവർഫുള്ളാണ്. അതിൽ ഒന്നാണ് സമയമാകുന്ന അധ്യാപകൻ. ഇതിൽ പറയാറുണ്ട്, സമയം വരുമ്പോൾ പഠിച്ചോളൂ. ഉപദേശങ്ങൾ കൊണ്ട്, മോട്ടിവേഷൻ കൊണ്ട് മനസ്സിലാക്കാത്ത പലതും സമയം, കാലം നമ്മളെ പഠിപ്പിക്കും. നമ്മൾ ഭക്തിയിൽ കാലനെ കാണിക്കുമ്പോൾ കയ്യിലൊരു ഗദ കാണിച്ചിട്ടുണ്ട്. എൻ്റെ അർത്ഥം എന്താണ്? കാലത്തിൻ്റെ പഠിപ്പിക്കൽ എന്ന് പറയുന്നത് നല്ല പ്രഹരശേഷിയുള്ളതായിരിക്കും. ശരിക്കും അത് നമ്മളെ വേദനിപ്പിക്കും. പിന്നൊന്ന്, നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ ടീച്ചർ. ഇനിയും ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ പഴയ കാലത്തെ നഷ്ടങ്ങൾ എന്താണ്, നേട്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അനുഭവയുക്തമായി ജീവിക്കുവാൻ അനുഭവം ഗുരുവായി നമ്മളെ വഴികാട്ടുന്നു. അതോടൊപ്പം വളരെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു അധ്യാപകനാണ് സാഹചര്യങ്ങൾ. നമ്മൾ പഠിക്കാത്ത പല പാഠങ്ങളും ഓരോരോ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ സമ്പത്തിന്റെ ഷോർട്ടേജ് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ധനത്തിന്റെ മൂല്യത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി ഒരിക്കലും ഒരു നയാ പൈസ മിസ്യൂസ് ചെയ്യില്ല, അബ്യൂസ് ചെയ്യില്ല. അതേപോലെ തന്നെയാണ് ആഹാരം. ആഹാരത്തിന്റെ മൂല്യം എപ്പോഴാണ് മനസ്സിലാകുന്നത്? അത്രയധികം ആഹാരം കഴിക്കാനില്ലാതെ വരുന്നൊരു സാഹചര്യം വരുമ്പോൾ ആഹാരത്തെ കുറ്റപ്പെടുത്തുന്ന, രുചിയില്ല എന്ന് പറയുന്ന ആളുകൾ എന്ത് കിട്ടിയാലും കഴിച്ചുകൊള്ളാം എന്നൊരവസ്ഥയിലെത്തും. ടേസ്റ്റ് ഒരു പ്രശ്നമേ അല്ല പിന്നെ അവർക്ക്. അപ്പം ആ സാഹചര്യം അതും പഠിപ്പിക്കും. അങ്ങനെ നമ്മുടെ ജീവിതം നോക്കൂ, ഓരോ വ്യക്തികളും വളരെ കൂടുതൽ പാഠങ്ങൾ പഠിച്ചിട്ടുള്ളത് അവരവർ അഭിമുഖീകരിക്കുന്ന വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ്. ആ സാഹചര്യം നമ്മളെ ശരിക്കും പക്വതയുള്ളതാക്കി മാറ്റും. അല്ലെ, നമ്മളൊരു ആഹാര സാധനം പാകം ചെയ്ത് അതിനെ ചൂടാക്കിയാണ് അതിനെ പാകപ്പെടുത്തുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആകും, നല്ല ടേസ്റ്റി ആകും. അതേപോലെ നമ്മളെയും സോഫ്റ്റും, നമ്മുടെ ജീവിതം സോഫ്റ്റും ടേസ്റ്റും ഉള്ളതാക്കി മാറ്റുന്നത് നമ്മൾ ഏതേത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു, ആ സാഹചര്യങ്ങളാണ് നമ്മളെ പലതും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സാഹചര്യങ്ങളെ നെഗറ്റീവായി കാണാതെ അനുഭവങ്ങളുടെ പാഠം പഠിപ്പിക്കുന്ന ഉത്തമ ഗുരുനാഥനായിട്ട് അതിനെ കണക്കാക്കൂ. അപ്പോൾ ഏതൊരു സാഹചര്യവും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും.